ഈ കയ്യാണ് അങ്ങോട്ട് വാ അങ്ങോട്ട് വാ. എടാ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണോ ഫെയിലിയർ ആവുന്നേ അനഘ? അതെ അതെ അത് എക്സ്പെക്റ്റഡ് അല്ല ആണ്. അല്ലാതെ അത് ഞാൻ എക്സ്പെക്റ്റഡ് നോക്കിയില്ല. ആടാ. അത് ഞാൻ എക്സ്പെക്റ്റഡ് ആ. ഒരുമിച്ച് അതായത് എൻഡർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫെയിലിയർ നോർമലാ. അതായത് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ ഡാറ്റയിലോട് കൂടിയിട്ട് ഫെയിലിയർ ആവും. അത് കുഴപ്പമില്ലടാ. ആണോ? ഞാന് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കിയില്ല. അത് കുഴപ്പമില്ല. അത് ഇഷ്യൂസ് ഇല്ല. ഓ ഓക്കെ. ആ പിന്നെ നമ്മൾക്ക് ഇന്ന് എടുക്കാനുള്ളത് എന്ന് വെച്ചാല് വൺസ് നമ്മളുടെ പ്രൊജക്ട് ചേഞ്ചസ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എടുക്കാനുള്ള 2 ടോപ്പിക്സ് ആണ്. ഗിറ്റ്ഹബ് നമ്മൾ ഓൾറെഡി ചെയ്തു, ജെൻകിൻസും ഗിറ്റ്ഹബ് കോപൈലറ്റും. ഓക്കെ, ഈ 2 ടേംസും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജെൻകിൻസ് അതുപോലെ ഗിറ്റ്ഹബ് കോപൈലറ്റ്, ഈ 2 ടേംസും എന്തെങ്കിലും കേട്ടുപരിചയമുണ്ടോ? സാരില്ല, അവിടെ നിങ്ങൾ ആരെങ്കിലും ടേം കേട്ടിട്ടുണ്ടോ? ജെൻകിൻസ് അതുപോലെ ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞ ടേംസ് കേട്ടിട്ടുണ്ടോ? ഗിറ്റ്ഹബ് കോപൈലറ്റ് കണ്ടിട്ടുണ്ട്, ജെങ്കിൻസ് കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താ കേട്ടിട്ടില്ല? അല്ലെങ്കിൽ ഗിറ്റ്ഹബ് കോപൈലറ്റ് എന്ത് ചെയ്യുന്നയാ കണ്ടിട്ടില്ല? എങ്ങനെയാ വർക്ക് ചെയ്യുന്നതാ കണ്ടിരിക്കുന്നത്? മീൻസ് കമാൻഡിലെ ഫയലിൽ ഒരു സജഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. യെസ്. അത് കൂടാതെ അതിനെക്കാട്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, AI-യുടെ ഹെൽപ്പോട് കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടി, അവള് പാവെടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ കോഡിങ്ങിനെ ഈസി ആക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് ഗിറ്റ്ഹബ് കോപൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സജഷൻസ് ആയിട്ട് മാത്രമല്ല അല്ലാതെയും ഇത് വർക്ക് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗിറ്റ്ഹബ് കോപൈലറ്റ് ചെയ്യാം. വൺസ് കോപൈലറ്റ് ചെയ്ത ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, വൺസ് ഗിറ്റ്ഹബ് കോപൈലറ്റ് ചെയ്ത ശേഷം നമ്മൾക്ക് ജെൻകിൻസ് ചെയ്യാം. ഓക്കെ, മീൻവെയിൽ നമുക്ക് അതിന്റെ ഡൗൺലോഡിങ് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാം. ഓക്കെ, ആദ്യം തന്നെ VS കോഡ് ഡൗൺലോഡ് എന്ന് കൊടുത്തേടാ എല്ലാവരും. VS കോഡ് ഉണ്ടോ? വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടോ? കൃഷ്ണകുമാർ, അഖില, അനഘ, അലീന, നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ്. അത് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ. അനഘ ഡൗൺലോഡ് ചെയ്യേണ്ടത് മാക്കിന്റെ ആണ് എടാ. അനഘ മാക്കിന്റെ ഡൗൺലോഡ് ചെയ്യാ, ബാക്കിയുള്ളവര് വിൻഡോസിന്റെ ഡൗൺലോഡ് ചെയ്യാം.
എല്ലാവർക്കും ഡൗൺലോഡ് ആവുന്നുണ്ടോ? ഇല്ല, എനിക്ക് ലോഡ് ആവുന്നതേ ഉള്ളൂ. എനക്കൊക്കെയാണോടാ? അതെ. അയ്യോ കുടുംബം ഒന്ന് ഷെയർ ചെയ്യോ അനക? ഓക്കെ. നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടോ? ഇതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ നോക്കാം, ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ അനക. ഓക്കെ. കൃഷ്ണകുമാറിന് ഡൗൺലോഡ് ആവുന്നുണ്ടോ? ലാപ്പിൽ കിടക്കുന്നതിന്റെ കാണിക്കുന്നത്. ഓൾറെഡി ഉണ്ടോ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാമോ VS കോഡ് എന്ന് പറഞ്ഞിട്ട്? ഓപ്പൺ ആയി വന്നു ഒരു സ്ക്രീൻ. ഓപ്പൺ ആയി വന്നായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യണ്ട കേട്ടോ. ഇതേ ഒരു സിമ്പിളോട് കൂടി ഓപ്പൺ ആയി വന്നില്ലായിരുന്നോ? അതെ. ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേടാ. ക്ലിക്ക് ചെയ്തു, പക്ഷെ ഇവിടെ ഇങ്ങനെ ലോഡിംഗ് ആയിട്ടാ കാണിക്കുന്നത്. നോക്കട്ടെടാ. താങ്ക്സ് ഫോർ ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എന്തോ കാണിക്കുന്നടാ. report.html തൊട്ടിപ്പുറ റൈറ്റ് ഹാൻഡ് സൈഡ് പോയിക്കേ. ഇതല്ലേ? അത് ടാബ് ആണോ ഓപ്പൺ ആയി വന്നത്? അത് ഈ ടാബ്. ഒരു വട്ടം കൂടെ ബാക്ക് അടിച്ച് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞിട്ട് ബാക്ക് VS കോഡ് ഡൗൺലോഡ് എന്നിട്ട് കൊടുത്തേ. ക്രോമില് വിച്ചവർ യൂസ്. ഇതില് ആപ്പിൾ സിലിക്കൺ അല്ലേ ഇതെന്റത് വരുന്നേ? അതെ. ഇവിടെ അതപ്പുറത്തടാ, തൊട്ടപ്പുറം. അതല്ലടാ, ആപ്പിൾ സിലിക്കൺ എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഇത് ലോഡ് ആവുന്നുണ്ട്, ലോഡ് ആവട്ടെ. ജസ്റ്റ് സ്റ്റാർട്ടിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ അതുണ്ടോന്നുള്ളത്. സ്റ്റാർട്ട് ആസ് ഇൻ ജസ്റ്റ് ആപ്പ് സ്റ്റോറോ വിച്ചെവർ നമ്മുടെ നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് ആപ്പ് എവിടെയാണോ സെർച്ച് ചെയ്യുന്നത് ആ പോയിന്റിൽ ഫൈൻഡർ അല്ലേ വരുന്ന ഇതില്. അതെ. ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് നോക്കി VS കോഡ് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്. ഉണ്ടാവാൻ വഴിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ആണെങ്കിൽ ഉണ്ടാവത്തില്ല, ചാൻസ് കുറവായിരിക്കും. ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VS കോഡ് ഡൗൺലോഡ് ചെയ്തോളൂ. എന്തോ ലോഡ് ആവുന്നുണ്ടടാ, സ്ലോ ആയിട്ടാണ് എന്തോ ലോഡായി വരുന്നുണ്ട് മുകളിൽ, കണ്ടോ? പക്ഷെ ഇങ്ങനെ തന്നെ കിടക്കുക കുറെ നേരമായിട്ട്. ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? എനിക്ക് ഉറപ്പില്ലടാ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കണം. VS കോഡ് നമ്മൾ ഇങ്ങനെയാണ് മതി അവിടെ കൊണ്ട് വെക്കിയത്. നോക്കട്ടെ ഉണ്ടാക്കി. എന്തോന്ന് ഡൗൺലോഡ് ആവുന്നുണ്ടല്ലോ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, ഞാൻ ഹോട്ട്സ്പോട്ട്. ഓക്കെ അത് ലോഡ് ആവട്ടെ കേട്ടോ. അപ്പൊ മെയിൻ വയൽ അത് ലോഡ് ആവട്ടെ. അതിൻ്റെ ഒപ്പം അടുത്തൊരു ടാബ് ഓപ്പൺ ചെയ്യൂ.
അടുത്തൊരു ടാബ് ഓപ്പൺ ചെയ്തോളൂടാ. ചെയ്തു. ആ അതിൽ ടൈപ്പ് ചെയ്യാ ജാവ 21 ഡൗൺലോഡ്. നിങ്ങൾ ആരെങ്കിലും മുമ്പ് ജാവ ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടോ ഇതില്? നമ്മളിത് കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ? ജാവ 21 ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നോ? ചെയ്തല്ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനം ഇത് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു. ആണോ? ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓൾറെഡി 21 ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നോ? ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട്. ഓക്കെ ഫൈൻ. ഡൗൺലോഡ്സിൽ കിടന്നാൽ മതി, പ്രശ്നമില്ല. എന്നാ മറ്റേ ഡൗൺലോഡ് ആട്ടെ, VS Code ഡൗൺലോഡ് ആയിക്കോട്ടെ കേട്ടോ. മാം ഞാൻ ചെയ്തില്ല. ജാവ എങ്ങനെ എടുക്കണ്ടേ? എടാ അഖിലെന്ത് ഷെയർ ചെയ്തേ പറഞ്ഞുതരാം. ഞാൻ മുന്നത്തെ സെഷനിൽ ചെയ്തിട്ടുണ്ട്. അലീന ചെയ്യണ്ടടാ. അലീന ഇനി ഇത് VS Code മാത്രം ചെയ്താൽ മതി. ജാവയുടെ ചെയ്യണ്ട. ഇതല്ലേ ഇതില് JDK 21 എടുത്ത അഖിലേന്ദു. അനക്ക് എന്താണ് ചോദിച്ചേ? അഖിലേന്ദു അല്ല, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതല്ലേ? എനിക്ക് അഖിലേന്ദുവിന്റെ സ്ക്രീനാണ് ഇപ്പൊ കാണുന്നേ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ആണല്ലേ? ഓ ശരി. ഇല്ല കുഴപ്പമില്ല, ഞാൻ പിന്നെ ചോദിച്ചോ. നിക്കേ. അഖിലേന്ദു ഇപ്പൊ പോരാട്ടോ. അഖിലേന്ദുവിലേക്ക് അനഘയുടെ ഷെയർ ചെയ്ത് ഒന്ന് കാണിച്ചേടാ. എനിക്ക് മൊത്തം ബ്ലറി, ഒന്നും കാണുന്നില്ല. ഇപ്പോഴോ? ഇപ്പോഴും ബ്ലറി ആണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. ഹോൾ നിക്കേ. കുറച്ചൊരു ക്ലാരിറ്റി വന്നിട്ട്. അതന്നെ JDK 21 കൊണ്ട് കിടക്കുന്നല്ലേടാ. നിങ്ങൾക്കൊരു DMG ഫയൽ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ. അഖിലെന്ത് ഷെയർ ചെയ്തേടാ? ഇതില് വിൻഡോസ് എടുക്കടാ. JDK 21 ആണ് കിടക്കുന്നത്. ഇപ്പോൾ അതിൽ വിൻഡോസ് എടുക്കുക. അതിൽ .exe ഫയൽ ഇടാ. രണ്ടാമത്തെ അത് ഡൗൺലോഡ് ആയിക്കോട്ടെ കേട്ടോ. പാരലി VS Code ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ എല്ലാവരുടെയും അനഘയുടെ ഡൗൺലോഡ് ആവുമായിരിക്കും അല്ലേ? അതെ, കഴിഞ്ഞില്ല. ഓക്കെ. അലീനയുടെയോ കൃഷ്ണകുമാറിന്റെയോ? ഇതെല്ലാം വണ്ടിക്കാർ പോവാതെ പറ്റേ. കൃഷ്ണകുമാറിന്റെയും അലീനയുടെ എന്താടാ ഡൗൺലോഡ് ആയോ? ഡൗൺലോഡ് ആയോ? കൃഷ്ണകുമാറിന്റെയോ? ഇന്ത്യയിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതിന്റെ ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്റെ ആയി. ഓക്കെ. അപ്പൊ എല്ലാവരും ആ exe ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തേ. അതിനൊക്കെ ആ DMG ഫയൽ ഇൻസ്റ്റാൾ ചെയ്തേ. അഖിലേന്ദു അതാ VS Code. VS Code. I accept കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തോളൂ. നെക്സ്റ്റ് അത് വരും. ബാക്ക് അടിച്ച് അല്ലെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുത്തേ. നെക്സ്റ്റ് ഇൻസ്റ്റാൾ. എല്ലാവർക്കും ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ? അനഘയുടെ കണ്ടീഷൻ എന്താ? ഇൻസ്റ്റാൾ ആയോടാ? ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ DMG ഫയല്? ഒരു മിനിറ്റ്, ഞാൻ നോക്ക് എടുക്കുന്നത്. എനിക്ക് ഓപ്പൺ ആയി. ഓക്കെ ഫൈൻ.
ഫിനിഷ് കൊടുക്കടാ. ഓക്കെ, ജസ്റ്റ് ആ പേജ് ഒരു ക്ലോസ് ചെയ്തു. മിനിറ്റ് എന്റെ ഇൻസ്റ്റാൾ ആവുന്നുള്ളൂ. ഇൻസ്റ്റാൾ ആയിക്കോട്ടെടാ. കഴിഞ്ഞു. യെസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 4-5 ഐക്കൺസ് കാണും, ഒരു സെർച്ച് ഒക്കെ ആയിട്ട്. അതിൽ 1 2 3 4 5 5ാമത്തെ ഐക്കൺ എടുത്തേടാ, എക്സ്റ്റൻഷൻസ്. യെസ്, അവിടെ പോയി സെർച്ച് ചെയ്യാം GitHub Copilot. സ്പേസ് Copilot. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേടാ GitHub Copilot Chat. ഇൻസ്റ്റാൾ കൊടുത്തോളൂ. ഇൻസ്റ്റാൾ ആയി അല്ലേ? ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ അക്കൗണ്ട്സിന്റെ പോലൊരു ഐക്കൺ കാണാം. സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിന്റെ തൊട്ട് മുകളിൽ താഴേന്ന് 2ാമത്തെ. കിട്ടിയായിരുന്നോ? കൃഷ്ണകുമാറിന് കിട്ടിയോടാ? അക്കൗണ്ട്സിന്റെ ഐക്കൺ തൊട്ട് മുകളിലടാ. അലീന, കൃഷ്ണകുമാർ ആൻഡ് അനഘ കിട്ടിയോടാ ഐക്കൺ? കിട്ടി. ഓക്കെ, അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നിടാ. ഈ മീറ്റിന്റെ ലിങ്കിൽ ഒന്ന് നീക്കി വെക്കാമോ? കാണുന്നില്ലടാ. ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. അതില് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേടാ ചാറ്റ് വിത്ത് കോപൈലറ്റ്. കണ്ടോടാ? ഒന്ന് ക്ലിക്ക് ചെയ്തേ. മാർക്ക് ഡൺ. ഇതൊന്നും കൂടെ പറയാം. എടാ, ഒരു വാക്ക് ത്രൂ എന്നൊരു പേജ് ഉണ്ടായിരുന്നില്ലേ ഏറ്റവും തുടക്കത്തില്? കിട്ടിയായിരുന്നു ആ പേജ്? എനിക്കത് പോയി. കുഴപ്പമില്ല, അതുണ്ടെങ്കിലും അതില്ലെങ്കിലും കുഴപ്പമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാമോ? VS Code ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാമോ? അതില യൂസ് AI ഫീച്ചേഴ്സ് ഒന്ന് കൊടുത്തേടാ. യെസ്, ഇതിൽ കണ്ടിന്യൂ വിത്ത് GitHub. നമ്മുടെ മെയിൽ ID പാസ്വേഡ് ഒന്ന് കൊടുക്കാമോ? GitHubന്റെ പാസ്വേഡ് ഓത്തറൈസ് ചെയ്യാൻ വരും. ഓത്തറൈസ് ചെയ്യാം. അനഘ, അലീന ആൻഡ് കൃഷ്ണകുമാർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കൂടെ?
ആ ഉണ്ട്. ഓപ്പൺ കൊടുത്തോളൂ ഇടാ. ഓക്കെ. എല്ലാവരും ഇവിടെ വരെ എത്തിയായിരുന്നോ? എനിക്ക് വെരിഫൈ ചെയ്യണതിലെടുത്ത് എന്താടാ വെരിഫൈ ഓതറൈസ് ചെയ്യാൻ കോഡ് പറ്റും? ഇല്ല, മെയിൽ സെൻഡ് ആയിട്ടില്ല ഇതുവരെ. ഒന്ന് എന്തെങ്കിലും മെയിലേക്ക് സെൻഡ് ആകുന്നതിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ആ വന്നു ഇപ്പൊ വന്നു. ഓക്കെ. അലീന ജെൻകിൻസിന്റെ യൂസർ നെയിം പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ? എന്തും തോന്നുന്നു എവിടെയാണ്. അയ്യോ ഇല്ലാന്ന് മാത്രം പറയരുത് അലീന. റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാടാ. റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഫ്രം സ്ക്രാച്ച് ചെയ്യണേ. പവർ ഷെല്ലെന്നെല്ലാം ഡിലീറ്റ് ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് നല്ല പണിയാണ്. ഇതുപോലെ ഒരു ഉറപ്പില്ല ജെൻകിൻസ് വർക്ക് ആവുമോന്നപ്പോ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഇവിടെ ഫിനിഷ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രോഗിന്റെ ഐക്കൺ കാണാം. താഴെ ഒരു ലൈൻ ഇല്ലേടാ, അതില് യൂസ് AI ഫീച്ചേഴ്സ് ഒന്ന് കൊടുത്തേ. യൂസ് AI ഫീച്ചേഴ്സ് കൊടുത്തു. എവിടെയാന്ന് ഒന്നുകൂടെ പറയൂ. എടാ ഇവിടെ ഒരു ഫ്രോഗ് ഐക്കൺ ഉണ്ടായിരുന്നു, അത് ക്ലിക്ക് ചെയ്തായിരുന്നോ? ഒരു തവളേന്റെ പോലത്തെ ചിഹ്നം. അതിലെനിക്ക് ലോക്കലി ഇൻഡെക്സ്ഡ് ഓൾ ഫയൽസ് ഇങ്ങനെയാണോ വരുന്നത്? അങ്ങനെ അതന്നെ. ഇങ്ങനെ വന്നില്ലേ? ആർക്കെങ്കിലും ഇപ്പോഴും അവിടെ ജസ്റ്റ് യൂസ് AI ഓപ്ഷൻസ് കൊണ്ട് മാത്രം ഉണ്ടോ? കൃഷ്ണകുമാറിനുണ്ടോ? അനഘയ്ക്കുണ്ടോ? ഇല്ല, വന്നു. കൃഷ്ണകുമാറിനുണ്ടോടാ? കിട്ടിയായിരുന്നോ? എനിക്കിങ്ങനെ എന്തോ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുവോ? ഓതറൈസേഷൻ ആണ് റൺ ചെയ്യുന്നത്. ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷെയർ ചെയ്യോ? സോഴ്സ് ഓതന്റിക്കേഷൻ അല്ലേ? സൈൻ ഇൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നടക്കട്ടെ. സൈനിങ് നടന്നുകൊണ്ടിരിക്കുക. അല്ലടാ, ക്രോം എടുത്തേ. ക്രോമിൽ ഓതന്റിക്കേഷൻ സക്സസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് വരുന്നത്. ക്രോമിൽ ഓതന്റിക്കേഷൻ സക്സസ് ആയിരുന്നോ? അല്ല, വന്നില്ല. ഒന്നും വന്നില്ല. ഈ ടാബ് ഒന്ന് മിനിമൈസ് ചെയ്യുകയും ചെയ്യാൻ കാണുന്നില്ല മുഴുവൻ. ഒന്ന് ക്യാൻസൽ കൊടുത്തേ. യെസ് കൊടുത്തേ. പാസ്വേഡ് ഉണ്ട് കേട്ടോ, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു അറ്റാക്ക് വന്നേനെ. ഈ സബിന്റെ കൊടുത്തേടാ പാസ്വേഡ്. എന്നിട്ട് സൈൻ ഇൻ ചെയ്യൂ. ദർശനയ്ക്ക് അടി വേണേ. കറക്റ്റ് അല്ലേടാ പാസ്വേഡ്?
ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തേടാ. മെയിൽ അഡ്രസ് വെരിഫൈ ചെയ്ത് എനിക്ക് വെരിഫൈ ചെയ്തോ. അതിന് ആരോ മാർക്ക് വെച്ചിട്ട് ഒന്നുകൂടെ കൂടി അങ്ങനെയല്ല. പോട്ടെ. മതി. സബ്മിറ്റ് കൊടുക്കും. മെയിലിൽ പോയിട്ട് റീസെറ്റ് ചെയ്തേടാ പാസ്വേഡ്. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ബാക്ക് അടിച്ചേടാ. ഇത് ക്ലോസ് ചെയ്തേ. പാസ്വേഡ് റീസെറ്റ് ആയ ശേഷം ഒന്ന് ക്ലോസ് ചെയ്യൂ കേട്ടോ. കേൾക്കാമോ കൃഷ്ണകുമാർ? സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വെരിഫിക്കേഷൻ കോഡ് ഇമെയിൽ കൊടുക്കൂ. വെരിഫിക്കേഷൻ കോഡ് ഇമെയിൽ കൊടുത്തേടാ. ആ ഓക്കെ. കൃഷ്ണകുമാർ ഒരു കാര്യം ചെയ്യൂ. VS കോഡിലേക്ക് തിരിച്ചു വരൂ. ആ യെസ് കൊടുക്കൂ. ക്ലോസ് ചെയ് ക്യാൻസൽ ചെയ്തോളൂ. എന്നിട്ട് ഒരു വട്ടം കൂടെ ഫ്രോഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഐക്കൺ തന്നെ എടാ, താഴെയുള്ള ഐക്കൺ തന്നെ. ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തില്ലായിരുന്നോ? അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി വന്നു. ഓക്കെ ഫൈൻ. ഇതിൻ്റെ അകത്ത് ചാറ്റ് മെസ്സേജസ് 0%. ഫൈൻ. ആ വർക്ക് സ്പേസ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്, ഓൾ ഫയൽസ് വന്നിട്ടുണ്ട്. ഫൈൻ. ഇനി ആ ചാറ്റ് മെസ്സേജസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ
എടാ അവിടെ ഇല്ലടാ, താഴെ തന്നെ അതാ. അതവിടെ ചാറ്റ് മെസ്സേജസ് ഉണ്ട്, മുകളിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും, നോക്കിയേ. ഓക്കെ, ജസ്റ്റ് അവിടെ ആ സൈഡിലുള്ള അങ്ങോട്ടോ, അവിടെ ഇല്ലടാ, അതല്ല 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 അതല്ല. ലോക്കലി ഇൻഡെക്സ്ഡ് ഓൾ ഫയൽസ്, അത് ഇന്റഗ്രേറ്റ് ആയില്ല കംപ്ലീറ്റ് ആയിട്ട്, അതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. യെസ്, ഫൈൻ 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 സ്റ്റോപ്പ്. ഒരു ചാറ്റ് ബോക്സ് കിട്ടിയോ എല്ലാവർക്കും? സൈഡിൽ ഒരു ചാറ്റ് ബോക്സ് വന്നോ? ഡിസ്ക്രൈബ് വാട്ട് ടു ബിൽഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അലീന, അകനക, എല്ലാവർക്കും വന്നായിരുന്നോ? എനിക്ക് എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഒന്ന് കാണിക്കൂടാ, ഷെയർ ചെയ്ത് കാണിക്കാമോ? കാണാമോ? ഇങ്ങനെയാണ്. അതായാലും മതി, കുഴപ്പമില്ല. രാജകൃഷ്ണൻ അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. 2 സ്പൂണും കൂടെ ഉണ്ട് കഴിക്കാൻ. ഒരു 2 സ്പൂണും കൂടെ ഉണ്ട്, ഓടി കിടക്കുക. 2 സ്പൂണും കൂടെ ഉണ്ട്, ഓടി കിടക്കുക. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. മാം എനിക്ക് ചാറ്റ് ഒന്നില്ല. ഷെയർ ചെയ്തടാ. ജസ്റ്റ് ഒന്ന് VS കോഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തടാ. ശരി, ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തേ. തെറ്റി ബന്ധം. VS കോഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തേ. അതില ആ ഐക്കണ്ട ഒന്ന് ക്ലിക്ക് ചെയ്തേ. ജസ്റ്റ് ചാറ്റ് മെസ്സേജസ് കോപ്പൈലറ്റ് ഫ്രീ യൂസേജ് അവിടെ എവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. ഇൻലൈൻ സജഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്തടാ. ക്ലിക്കബിൾ അല്ല. ഒന്നും ക്ലിക്കബിൾ അല്ല. യൂസ് എ ഫോർ എൻ്റെ അടുത്ത് പറഞ്ഞ കേൾക്കാതെ കൊണ്ടുപോകുന്ന എന്താ ചെയ്യാ? വർക്ക് സ്പേസ് ഇൻഡെക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തടാ. മോളില് സെർച്ചിന്റെ അവിടുത്തെ സിമ്പിള് ക്ലിക്ക് ചെയ്തടാ. ഇനി അവിടെ ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഡിസ്ക്രൈബ് വാട്ട് ടു ബിൽഡിന്റെ അവിടെ വന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ ചാറ്റിൽ ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്, ആ പ്രോംപ്റ്റ് ഒന്ന് കൊടുത്തേ. അടിച്ചോളൂ. ഇപ്പൊ കണ്ടോ, നമുക്ക് ബൈ ഇറ്റ്സെൽഫ് എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങൾ ആകെ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ദാറ്റ് ഓക്കെ. സി ജനറേറ്റ് എ പൈത്തൺ സെലീനിയം സ്ക്രിപ്റ്റ് ഫോർ ദ ലോഗിൻ ഓഫ് URL കൊടുത്തു യൂസിങ് പൈത്തൺ. അത്രയും കൊടുത്തപ്പോ ഇതേ കോഡല്ലേ നിങ്ങള് ഇവിടെ വന്നിരിക്കും നീ തരാം.
അപ്പോൾ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് എവിടെയാണ് പ്ലേസ് ചെയ്ത് വെച്ച് നോക്കൂ. ഇത് ഓൾമോസ്റ്റ് നമ്മൾ എഴുതിയ സിമിലർ കോഡല്ലേ ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇങ്ങോട്ട് വാ മോളെ, നല്ല മോളല്ലേ, ഇവിടെ വാ. സോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്ക്രിപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്ത് പറ്റും, ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് യൂസ് ചെയ്തിട്ട് പറ്റും അല്ലേ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഗിറ്റ്ഹബ് കോപ്പൈലറ്റിന്റെ യൂസേജ് ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ. ഓക്കെ, ഇതിൽ എക്സ്പാത്തും അതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. എക്സാക്ട് അതേപോലെ കോപ്പി പേസ്റ്റ് നമുക്ക് എക്സാക്ട് ഇതേ കോഡ് കൊണ്ടുപോയി എഴുതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഒരു സ്കെലിട്ടൺ കിട്ടും. ഓൾമോസ്റ്റ് വർക്കിംഗ് കോഡ് ആയിരിക്കും. മനസ്സിലായടാ? ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ ഞാനിപ്പോ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ജെൻകിൻസ് ആണ്. ഓക്കെ, ജെൻകിൻസ് എന്ന് വെച്ചാൽ ഒരു CI/CD ടൂൾ ആണ്. ഓക്കെ, ജെൻകിൻസ് എന്ന് വെച്ചാൽ ഒരു CI/CD ടൂൾ ആണ്. അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് നടത്തുന്ന ഒരു ടൂൾ ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോ ഒരു 10 ടെസ്റ്റ് കേസ് എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഒരു കമ്പനീന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോ നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ കോഡ് കിടന്നിട്ട് കാര്യമുണ്ടോ? ഇത് നമ്മുടെ ക്ലയന്റ്സിന് നമുക്ക് ഡെലിവർ ചെയ്യണം, വേണ്ടേ? ഒരു സ്പൂണും കൂടി ഉണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് നമ്മുടെ ലോകം മുഴുവനും ഫോട്ടോത്തിന് എടുത്ത് വെക്കുക. ഒന്നെങ്കിൽ ഈ തിന്ന് കഴിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ മുന്നേ
ഓക്കെ. അപ്പോൾ നമ്മളുടെ കോഡ് നമ്മളുടെ വർക്ക് സ്പേസിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കുക. ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളിരുന്ന ടെസ്റ്റ് കേസസിനെ നമുക്ക് ക്ലയൻസിന് ഡെലിവർ ചെയ്യണം അല്ലേ? അതല്ലേ എൻഡ് ഓഫ് ദി ഡേ നമുക്കുള്ള പർപ്പസ്. അത് ഗിറ്റ്ഹബ് ഡയറക്ടറി കൊടുത്താൽ പോരെ ബസ്? ഗിറ്റ്ഹബ് ഡയറക്ടറി കൊടുത്താൽ ജസ്റ്റ് കാണാനല്ലേ പറ്റത്തുള്ളൂ. ക്ലയൻസിന് കോഡ് ലെവൽ നോളജ് ഉണ്ടായിരിക്കത്തില്ല. ക്ലയൻസിന് കണ്ടത് എക്സിക്യൂട്ട് ചെയ്തിട്ടാ. ഗിറ്റുള്ള നമ്മളുടെ കോഡല്ലേ. ഓക്കെ. പക്ഷെ നമ്മുടെ ക്ലയൻസിന് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയത്തില്ല, സെലീന അറിയത്തില്ല, പ്ലേ റൈറ്റ് അറിയത്തില്ല, ഒരു ലാംഗ്വേജ് അറിയത്തില്ല, ഒരു ടൂൾസും അറിയില്ല. അപ്പോൾ ക്ലയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു പ്രസന്റേഷൻ ആണ്. അതായത് സി ദിസ് ഇസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റഗ്രേഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് ചെയ്യും. ഓക്കെ. ഇന്റഗ്രേഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന ഗിറ്റ്ഹബിലെ ഈ ഒരു ഗിറ്റ്ഹബിലെ ബ്രാഞ്ചുമായി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ജെൻകിൻസ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഒരു കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ആൻഡ് ഈ കണക്ടിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ബിൽഡ് ജനറേറ്റ് ചെയ്യും. വൺസ് ആ ബിൽഡ് സക്സസ് ആയി കഴിഞ്ഞാൽ ക്ലയൻസ് പോയിന്റ് ചെയ്തിട്ടുള്ള സെർവർ ഏതാണോ ആ സെർവറിലേക്ക് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ ഇത് ലോഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. മനസ്സിലായോ? ക്ലിയർ ആണോ അവിടെ? വാട്ട് ഈസ് ജെൻകിൻസ് എന്നുള്ളത് ക്ലിയർ ആണോ? ഈ ജെങ്കിൻസ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഈ പല പല വേർഡും എക്സലൊക്കെ ഓപ്പൺ ചെയ്യുന്ന കണക്കൊരു പരിപാടി ചെയ്യുന്ന സാധനമാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓപ്പൺ ചെയ്യുന്നല്ല, അതായത് നമ്മളുടെ ഈ കോഡിനെ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു ഓട്ടോമേറ്റഡ് ടൂളാണ് ജെൻകിൻസ് എന്ന് പറയാം. നമ്മളുടെ ഈ കോഡിനെ എക്സിക്യൂട്ടബിൾ രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ജെൻകിൻസിന്റെ ലാംഗ്വേജിൽ പറയുന്നതാണ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ടൂൾ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് ഗൂഗിൾ ഡ്രൈവിന്റെ ആക്ടിവിറ്റി ഒക്കെ തന്നെയാണ്, പക്ഷെ അവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം ജെൻകിൻസിൽ. ഓക്കെ. അപ്പൊ ജെൻകിൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജാവ JDKയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് JDK 21 ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. എല്ലാവരും കഴിഞ്ഞ ദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് JDK 21 ഇല്ലേടാ? ആ JDK ഡൗൺലോഡ്സിലേക്ക് ഒന്ന് പോയിക്കേ. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തോളൂ. ആ exe ഫയലിന് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അനഘ അതിന് ആ പാക്കേജ് ഒരു .pkg ഫയൽ അല്ലേ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്? .dmg ഫയൽ ആണ് അല്ലേ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്? ഒരു മിനിറ്റ് നോക്കട്ടെ. അതെ, DMG. ഓക്കെ. അനഘടയിലേക്ക് ഞാൻ വരാം കേട്ടോ. ബാക്കി 3 പേരുടെ ചെയ്യട്ടെ ഫസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തോളൂ. ബാക്കി 3 പേരും അഖിലേന്ദു, കൃഷ്ണകുമാർ ആൻഡ് അലീന ചെയ്യണ്ട. അഖിലേന്ദു ആൻഡ് കൃഷ്ണകുമാർ മാത്രം ചെയ്താൽ മതി. അനഘ ആ .dmg ഫയൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തേ.
അപ്പൊ വേറെ ഒരു ഫോൾഡർ ഓപ്പൺ ആയി. ഒരു അപ്പൊ വിൻഡോ ഓപ്പൺ ആയി PKG വന്നായിരുന്നോ? വന്നു. അപ്പൊ അതില് JDK21.pkg എന്ന് പറഞ്ഞൊരു സാധനം വന്നായിരുന്നോ? ക്ലോസ് ആ കൊടുക്കടാ. വന്നു. അത് ക്ലിക്ക് ചെയ്യുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്തോളൂ. കണ്ടിന്യൂ കൊടുക്കുക. അഗെയിൻ കണ്ടിന്യൂ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഒരു മാക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. ഉണ്ട്. മാക് പാസ്വേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇൻസ്റ്റാളേഷൻ സക്സീഡ് അല്ലേ? ഇനി അതെ. അനഘ ടെർമിനൽ ഓപ്പൺ ചെയ്യാം കേട്ടോ, ഡയറക്റ്റ് ആയിട്ട്. ബാക്കി രണ്ടുപേരും CMD എടുക്കാനായിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. ടെർമിനൽ എടുത്തു. ഞാൻ ഒരു കമാൻഡ് തന്നിട്ടുണ്ട്, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എന്താ റിസൾട്ട് വന്നിരിക്കുന്നേ? ജാവ വേർഷൻ 22.0.1. 22 ആണോ? 21 അല്ല? അല്ല, 22 അല്ല, ഒരു മിനിറ്റ്. അതെ, അങ്ങനെയാ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ വരാമേ, സ്ക്രീനിലേക്ക് വരാം കേട്ടോ. ബാക്കിയുള്ളവരുടെ ചെയ്ത് കൊടുത്താട്ടെ. ഓക്കെ. ഞാനൊരു കമാൻഡ് ചാറ്റിൽ തരുന്നുണ്ട് കേട്ടോ. അനഘ ഈ കോഡ് ഒന്ന് കൊടുക്കുക കേട്ടോ. ഇത് ടെർമിനലിൽ കൊടുക്കാനാണോ? ടെർമിനലിൽ കൊടുക്കൂ. ബാക്കിയുള്ളവർ ക്ലോസ് ചെയ്ത ശേഷം ദിസ് PCയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കൂ, അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് എടുക്കൂ. വിൻഡോസിലെ രണ്ടുപേരും, അഖിലേന്ദുവും കൃഷ്ണകുമാർ. എനിക്ക് നോ സച്ച് ഫയലോ ഡയറക്ടറി കാണിച്ചത്. ഒന്നും കാണിക്കുന്നില്ല അല്ലേ? ഇല്ല. സെയിം കമാൻഡ് അല്ലേ കൊടുത്തേ? അതെ, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത. നോ സച്ച് എന്തായിരുന്നു? നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. എവിടെ പ്രോപ്പർട്ടീസിലും ഉണ്ടെന്ന്? പ്രോപ്പർട്ടീസ് എടുത്ത് വെച്ചാൽ മതിയേ. വരാമേ, കമാൻഡ് ഒന്ന് കൊടുക്കട്ടെ, എന്നിട്ട് വരാം കേട്ടോ. ഈ കമാൻഡ് കൊടുക്കുമ്പോ എന്താ വരുന്നേന്ന് പറഞ്ഞാനക? സെയിം, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. നോ സച്ച് ഫയൽ തന്നെയാ വരുന്നത് അല്ലേ? അതെ. എടാ ഒരു മിനിറ്റ്, സ്ലാഷ് ഞാൻ ആദ്യം തന്ന കമാൻഡ് ഇല്ലടാ, USR/LIBSCD. ആ USRന് തൊട്ട് മുമ്പ് ഒരു സ്ലാഷും കൂടെ ഇട്ടെ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തേ. /USR/LIBSCD/java_home _v അങ്ങനെ കൊടുത്തേ. അപ്പോ എന്തൊക്കെയോ 22.0.1 വന്നു. 21
ഡോട്ട് 21 വന്നോ? ആ രണ്ടും കാണിക്കുന്നു. ഓക്കെ, 21 കാണിക്കുന്നുണ്ട്. ഉം. അതിന്റെ താഴേക്ക് ഇനി അടുത്ത കമാൻഡ് കൊടുത്തോളൂ. എക്സ്പോർട്ട്. സ്മോൾ ലെറ്റേഴ്സ് അല്ലേ? ഞാൻ ചാറ്റിലിട്ട് തരാം കമാൻഡ്. വെയിറ്റ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്തോ. ഈ കമാൻഡ് ഒന്ന് കൊടുത്തേടാ. ജാവ വേർഷൻ ചെക്ക് ചെയ്തടാ. ജാവ സ്പേസ് ഹൈഫൻ വേർഷൻ നെക്സ്റ്റ്. അനഘയുടെ സെറ്റായി. ഈ അനഘ ഒന്ന് ക്ലോസ് ചെയ്തടാ. ഈ കമാൻഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേടാ. നമ്മൾ നെക്സ്റ്റ് ടൈം നാളെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ കമാൻഡ് ഒരു വട്ടം കൂടെ കൊടുക്കേണ്ടി വരുവേ. ഇതും ആ ഒരു കമാൻഡും ജാവ സ്പേസ് ഹൈഫൻ രണ്ടും സേവ് ചെയ്ത് കേട്ടോ. ഇതും വേണോ? ആ രണ്ട് കമാൻഡ്സും സേവ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. നമ്മൾ ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും കൊടുക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള ഒരാൾ ഷെയർ ചെയ്തേ. അഖിലേന്ദു ഷെയർ ചെയ്തേ, അല്ലെ കൃഷ്ണകുമാർ ഷെയർ ചെയ്തോ. സെറ്റിംഗ്സിൽ പ്രോപ്പർട്ടീസ് എടുത്തായിരുന്നോ? പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തടാ. സെറ്റിംഗ്സിൽ പോയിട്ട് സെർച്ച് ചെയ്തേ. പ്രോപ്പർട്ടീസ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്താലും മതി. എന്ത് ചെയ്തിട്ടാ? ഒന്ന് വിൻഡോസ് എക്സ്പ്ലോറർ എടുക്കാമോ? അതില് ദിസ് പി സി ഇല്ലേടാ താഴെ, ദിസ് പി സി ഒ എസ്, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ദിസ് പി സി റൈറ്റ് ക്ലിക്ക് ചെയ്തേ, പ്രോപ്പർട്ടീസ് എടുത്തേ. മതി. ഇവിടെ വന്നിട്ട് എൻവയോൺമെന്റ് വേരിയബിൾസ്, edit the system environment variables. Environment variables എടുക്കൂ. അതിലെ സിസ്റ്റം വേരിയബിൾസിൽ ഓക്കെ ഓൾറെഡി ജാവ അണ്ടർസ്കോർ ഹോം ഇവിടെ സെലക്ട് ചെയ്തേടാ. സിസ്റ്റം വേരിയബിൾസ് ഓൾറെഡി ജാവ അണ്ടർസ്കോർ ഹോം കിടക്കുന്നുണ്ട്. എഡിറ്റ് കൊടുത്തേ. ഒന്ന് ബ്രൗസ് ഡയറക്ടറി കൊടുക്കുക കേട്ടോ. കൃഷ്ണകുമാറിന്റെ വരാമേ ഇപ്പൊ. സി ദിസ് പി സി സി program files java jdk 21. ഓക്കെ കൊടുക്കൂ. ഓക്കെ കൊടുത്തോളൂ. പാത്ത് എടുത്ത് പാത്ത് OS പാത്ത്, നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് OS പാത്ത് താഴെ തന്നെടാ. താഴെ സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് ഉണ്ട്. എഡിറ്റ് കൊടുത്തേ. ഇതില് ഓക്കെ
പ്രോഗ്രാം ഫയൽസ് കോമൺ ഫയൽസ് ഇനി ന്യൂ കൊടുത്തേടാ അവിടെ. ഇനി ഓക്കെ ബാക്ക് ക്യാൻസൽ ചെയ്യുമെന്ന്. നമ്മുടെ ജാവ അണ്ടർസ്കോർ ഹോം ഇല്ലേ, ജാവ അണ്ടർസ്കോർ ഹോം, ആ പാത്തിനെ ഒന്ന് കോപ്പി ചെയ്തേ, എഡിറ്റ് കൊടുത്ത് കോപ്പി ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ പാത്തിൽ ഒരു വട്ടം കൂടി എഡിറ്റ് കൊടുക്കുക, ന്യൂ കൊടുത്തോളൂ. ആ അവിടെ പേസ്റ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തടാ. ഇനി CMD വന്നിട്ട് ഞാൻ നേരത്തെ തന്ന സെയിം കമാൻഡ് ജാവ സ്പേസ് ഹൈഫൺ വേർഷൻ ഒന്ന് കൊടുത്തേ. കൃഷ്ണകുമാറിൻ്റെക്ക് വരാമേ. അഖിലേന്ദുവിൻ്റെയും ഓക്കെ ക്ലോസ് ചെയ്തോളൂ. അത് കൃഷ്ണകുമാറിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ, ഇതില് ഇവിടെ സിസ്റ്റം വേരിയബിൾസിന്റെ അവിടെ വരിക. ആ അവിടെ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തോടാ, പാത്തിലോ രജിസ്റ്ററിലും ക്ലിക്ക് ചെയ്യൂ. ന്യൂ വരുന്നില്ലല്ലോ, സിസ്റ്റം വേരിയബിൾസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? ക്യാൻസൽ കൊടുത്തേ, ഡിസ്പേസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ എടുത്തേ. അവിടെ എൻവയോൺമെന്റ് വേരിയബിൾസ് ടൈപ്പ് ചെയ്യൂ. ഫോർ യുവർ അക്കൗണ്ട് അല്ല, മുകളിലത്തെ സെക്കൻഡ് ഓപ്ഷൻ എൻവയോൺമെന്റ് വേരിയബിൾസ്, ന്യൂ കൊടുക്കൂ. സിസ്റ്റം വേരിയബിൾസിൽ ന്യൂ കൊടുക്കൂ. ക്യാപിറ്റൽ ലെറ്ററിൽ ജാവ അണ്ടർസ്കോർ ഹോം. അണ്ടർസ്കോർ ഹോം 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 HOME ഹോം. ബ്രൗസ് ഡയറക്ടറി C, പ്രോഗ്രാം ഫയൽസ് ഇടാം. ജാവ JDK 21. മാം ഇന്ന് ഇനി ഒന്നും വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്തോട്ടെ? ലീവ് ചെയ്തു. ഇനി നാളെ ചെയ്തു. JDK 21 കൊടുക്കണം. JDK 21.0 തന്നെ. ഓക്കെ കൊടുക്കൂ. ആ പാത്തൊന്ന് കോപ്പി ചെയ്ത് വെക്കണേ. ഓക്കെ കൊടുക്കൂ. ഇനി പാത്ത് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് OS പാത്ത് എഡിറ്റ് കൊടുക്കൂ. ന്യൂ അവിടെ പേസ്റ്റ് ചെയ്യൂ. /bin സ്മോൾ ലെറ്റർ. ഓക്കെ 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 കൊടുക്കൂ. CMD ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യൂ, എന്നിട്ട് ചെക്ക് ചെയ്യൂ. ജാവ സ്പേസ് ഹൈഫൻ വേർഷൻ. ഓക്കെ, ജാവ വേർഷൻ സെറ്റായി. നമുക്ക് നാളെ ജെൻകിൻസ് ചെയ്യാം. അതോടുകൂടി നമ്മളുടെ സെഷൻ തീരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആകെ ഇന്റർണൽ ഡെമോ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സെഷൻ എൻഡ് ചെയ്യട്ടെടാ. മിസ് എനിക്ക് മറ്റേ എല്ലാം കൂടെ ഒരുമിച്ച് റണ്ണാവുന്ന ആ കമാൻഡ് എനിക്ക് വർക്കാവുന്നില്ല. അത് എറർ ആയിരിക്കുംടാ. അതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ എറർ വരും. അത് എക്സ്പെക്റ്റഡ് ആണ്. അല്ല, പാസ് ഫെയില് അതല്ല, ആ ടെർമിനലിൽ കൊടുക്കുമ്പോ തന്നെ റണ്ണാവുന്നില്ല. ഷെയർ ചെയ്ത് കമാൻഡ് കാണിച്ചേ. ഷെയർ ചെയ്യണം. പൈറ്റ് സ്പേസ് ഹൈഫൺ n സ്പേസ് 2. അപ്പൊ എന്താ എറർ കാണിക്കുന്നത്? പൈറ്റ് സ്പേസ് ഹൈഫൺ n
പൈറ്റസ്റ്റ് സ്പേസ് -n സ്പേസ് 2. എന്താ അടിക്കുന്നത്? -n. ഓക്കെ. pip install pytest -hdisk കൊടുത്തേ. pip install pip python അല്ല, pip install pytest -hdisk. python അല്ലടാ, pytest -hdisk HDIST. എന്റർ അടിക്കൂ. ഇൻസ്റ്റാൾഡ് ആയില്ല, അത് ഇൻസ്റ്റാൾഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ, വർക്കാവും. എക്സിക്യൂട്ട് ആയില്ലേ? ഓ നാളെ കാണാം കേട്ടോ.